മതിയോ അമ്മനിയെ? വല്ലപ്പോഴും ചോറും കറിയൊക്കെ കഴിക്കണ്ടേ? നാളെ മാവാർക്ക് കൊടുക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്നെ കല്യാണം കഴിച്ചുകൊടുന്ന കാലം തൊട്ട് കാണുന്നതാ. ഞാൻ ചത്ത് കഴിയുമ്പോൾ എന്നെ കത്തിക്കാൻ നിർത്തിയതാ. എന്നെ മാടി വിളിക്കുന്ന ആ മാവ്. ജീവിതത്തെ കുറിച്ച് ഒരു സ്വപ്നവും ഇല്ല. മരണത്തെ കുറിച്ച് ഞാൻ കണ്ട സ്വപ്നം. അതിലൊരു കാര്യമില്ല. എന്റെ അമ്മണിയെ, നീ വേഗം വേവിച്ച് കുഞ്ഞിനെ കൊടുക്ക്. വേഗം ആവട്ടെ. അമ്മേ കുഞ്ഞാ, അച്ഛൻ എന്തിനാ മാവ് കൊടുത്തത്? ഇതുകൊണ്ട് അത്ര ദിവസം കഞ്ഞി കുടിക്കാൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് ചാകാൻ പറ്റുമോ? ഇന്ന് എന്തെങ്കിലും കഴിച്ചാൽ എല്ലാരി നാളെ ആ കക്കൂസി പോകാൻ പറ്റൂ. അതിങ്ങനെ ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്റെ കുടുംബാസൂത്രണത്തിന്റെ സ്മാരകമാടിയത് അന്നാ ചെയ്തില്ലായിരുന്നെങ്കിലേ പട്ടിണി കിടക്കാൻ മൂന്നെണ്ണം വേറെ കണ്ടാന്. പട്ടിണി പാവങ്ങൾക്ക് മക്കളെ സമ്പാദിക്കാനല്ലേ പറ്റൂ. ദേ കണ്ടില്ലേ, തിരുവിതാംകൂർ മഹാരാജാവ് നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്. ഇവനല്ലേ അമ്മിനി നമ്മുടെ കുഞ്ഞാ, അച്ഛന്റെ ചങ്കി കുത്തണ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അമ്മനെ നല്ല മനക്കുള്ള കോളുണ്ട്, നീ ഒന്ന് വേഗം നോക്ക്. അച്ഛാ, പണിക്ക് പോവാതെ എങ്ങനെയാ ജീവിക്കുക? അപ്പൊ പിന്നെ
കുഞ്ഞാ 10 തവണ തോറ്റാ മാഷാവുമെന്ന് മോൻ പറഞ്ഞത് നേരല്ലേ? എന്റെ കുഞ്ഞൻ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. ബുദ്ധി ഉണ്ടായിട്ടും 10 തോക്കുന്നത് മാഷാവാൻ വേണ്ടിയിട്ടാണെന്ന് അച്ഛനറിയാം. മാഷായാൽ മോൻ ആദ്യം മഴ പെയ്താൽ ചോരാത്തൊരു കൂരയുണ്ടാക്കണം. മൂസാന്റെ വീട്ടിലെ പോലെ സുച്ചിട്ടാ കത്തുന്ന വെളിച്ചം വേണം. മരിക്കുന്നതിന് മുമ്പ് അതനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമാവോ? പക്ഷേ മാഷാവണം. എനിക്ക് ഉറക്കം വരുന്നച്ചാ. അയ്യോ മക്കളെ ഉറങ്ങല്ലേടാ. ഇനി അമ്മനെ ഇനി ഒന്ന് വേഗം നോക്കണേ. ഉറക്കം വരാൻ തമ്മി നടക്കുന്ന വാണ്ടൻ പൂച്ചക്കെന്നൊരിക്കൽ പാപ്പിയോട് കൂട്ടുകൂടാൻ കൊതിയായി. കണ്ണും കൊണ്ടും കൈയും കൊണ്ട് തൊട്ടുതാലോടിയും പാപ്പി പെണ്ണിനുള്ളിൽ പ്രേമത്തിന്റെ തീയാളി. മാസം 10 കഴിഞ്ഞപ്പോൾ നല്ലൊരു മണിയൻ പൂച്ചക്കുഞ്ഞിനെ കൊടുത്തു ദൈവം നിധിയായി. കുഞ്ഞിക്കൈകൾ വളരുവാൻ പാണ്ടനും പാപ്പിയും കൂടി കഞ്ഞി വെച്ചു കൊഞ്ചി കൊഞ്ചി കൂടിപ്പിച്ചു. കുറ്റവുമില്ലാതെ പോറ്റി വളർത്തി മണിയം പൂച്ച നല്ല സന്തോഷത്തിലാറാടി. എലിയെ പിടിച്ചില്ലേലും പുലിയെ പേടിച്ചില്ലേലും മണിയനെ മന്നനായി കൊണ്ടാടി. കൊള്ളാതെ പാലു നക്കി നക്കി കുടിച്ചവൻ വലുതായി. കഞ്ഞി വേവും വേവും വരെ കെട്ടിരിക്കാൻ വേണ്ടി ഒരു പാട്ടുപാടി എന്നേ ഉള്ളൂ ആളുവരെ. ഉമ്മണിയേ, നമ്മുടെ കുഞ്ഞൻ ചിരിക്കുന്നത് കണ്ട അവന്റെ വിഷം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചോരുന്നുണ്ടമ്മേ. കലക്കൊന്നും തോന്നുന്നു. നാളെ ആ മൂസാന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഓല വാങ്ങണം. മൂസാൻ തരൂ? ഞാൻ ചോദിച്ചാ മൂസാൻ തരും, ഉറപ്പായിട്ടും തരും. എനിക്കറിയാം. എന്താ പഠിക്കാന്ന് പറഞ്ഞ വീണത് എങ്കിലും ഓല കിട്ടിയത് തന്നെ. മില്ലിൽ കണ്ട കുഞ്ഞു കുഞ്ഞു കിനാക്കൾ പോലും കണ്ടനുഭവിക്കാൻ കഴിയാതെ ദുർഗരം പിടിച്ചേതോ കർക്കിടകത്തിൽ എന്റെ അച്ഛനങ്ങ് പോയി. അച്ഛന്റെ മരണശേഷം അമ്മ മിണ്ടിയിട്ടില്ല, മോനെ എന്ന് വിളിച്ചിട്ടില്ല. എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുപോലെ പോന്നോട്ടെ, അവിഞ്ഞ സെന്റിമെന്റ്സ് വന്നോട്ടെ. എന്റെ ഡാഡി ഈ നാടകം പോലെ നീട്ടി പഠിക്കാതെ ന്യൂജൻ സിനിമ പോലെ പറ. എന്റെ അച്ഛനും അമ്മയും വടിയാ ഇഷ്ടാണ്, അത്രേ വേണ്ടു. കാര്യമില്ലാത്ത മനസ്സിലായി. അല്ലാതെ ഇതിലേക്ക് മാത്രമാണ് ഞാൻ സ്വപ്നം കണ്ടതുപോലെ വീടുണ്ടാക്കിയതിന് ഞാൻ തരുന്ന സ്നേഹ സ്വാതന്ത്ര്യമാണിത്. ഇന്നൊരു ദിവസം നീ കുടിച്ച് തലകുത്തി മറിഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല. പിടിക്കും.